എന്താ നമ്മുടെ സ്പെഷ്യല്? യെസ്, മസാല ബോണ്ട പലതരത്തിലുണ്ട്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് മസാല ബോണ്ടന്. ഭയങ്കര ടേസ്റ്റ് നമുക്ക് മസാലക്കും അതിന്റെ കവറിങ്ങും ഒക്കെ. അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ ഇത് ഗാർലിക് ചൗസ്. ഇതിപ്പോൾ മാർക്കറ്റിൽ ഇപ്പം ഇതിൻ്റെ ഒരു സീസണാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു പ്ലേറ്റ് കട്ട് ചെയ്ത് ചെറുതാക്കി മുറിച്ചാണ് ഈ കാണുന്നത്. അതേ അളവിൽ തന്നെ വലിയുള്ളിയും ഒരു പ്ലേറ്റ് ചെറുതാക്കി മുറിച്ചാണ്. ഒരു 2 കൈപ്പിടുത്തം മല്ലിയിലയാണ് ഈ കാണുന്നത്. ഇത് നമ്മളെ ക്യാബേജ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്, അതേ അളവിൽ തന്നെ. ഇത് സോയാചങ്ക് ഞാനൊരു 20 എണ്ണം നല്ല ഹൈ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് വെക്കുന്നുണ്ട്. ഇതിനൊന്ന് 1 മണിക്കൂർ ഇങ്ങനെ കുതിർത്ത് വെക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കറ പോകാനുണ്ട്. ആ കറ പോയി കഴിഞ്ഞിട്ട് ഇത് പിഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഉണ്ടല്ലേ, ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലോണം കൊണ്ട് അമർത്തി ഒന്ന് പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നൊരു കറ പോകും. ഇത് ഏകദേശം വെന്തിട്ടുണ്ടാവും ഈ സമയത്ത്. അപ്പോൾ ഈ വെള്ളം കളയുക. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനിതൊരു ആ ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇതിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് വെക്കുകയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് വേറെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്കാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ടൊമാറ്റോ സോസ് ഒഴിച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ മോഡൽ പ്രിപ്പറേഷനാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ മസാല ബോണ്ട ഉണ്ടാക്കുന്ന പോലെയല്ല. ഇത് കിഴങ്ങാണ്. കിഴങ്ങിന് ഞാൻ തോലടക്കാണ് ഉപയോഗിച്ചത്. പൊതുവേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. എന്നിട്ട് തോല് കളഞ്ഞിട്ട് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്യുക. ഇതൊരു 10 സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ആവുന്നത്. 10 സ്റ്റീം ആകുമ്പോൾ ഏകദേശം നല്ല കണ്ടീഷനായിട്ട് ശരിക്കും കൊണ്ട് വെന്ത് കിട്ടുക. എന്നിട്ട് ശരിക്കും കൊണ്ട് തുടച്ച് വെക്കുക. ഇത് നമുക്ക് ഒരു പ്ലേറ്റ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതൊരു പ്ലേറ്റ് ആയിട്ടുണ്ട്. ഇതോടെ മാറ്റി വെക്കുക. എല്ലാതും ഒരേ അളവിലാണ് പ്ലേറ്റ് ഉള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ അടുപ്പ് എത്തിക്കാൻ പോവാണ്. ജസ്റ്റ് മസാല ഉണ്ടാക്കാൻ പോവാണ് ഇനി. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഫസ്റ്റ് നമ്മളെ ഉള്ളി അതിലേക്ക് ഇടുകയാണ്. ജസ്റ്റ് ഒന്ന് എണ്ണ കുടിച്ച് ആയാൽ മതിയാൻ വരണമെന്നില്ല. ഇതുപോലെ ആക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. അധികം മൂക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും അരച്ചതാണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് പച്ചമുളക് അരച്ചതാണ്. ഇതിപ്പോൾ അരച്ച് വെച്ചത് സ്ഥിരമായിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മസാലകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള തന്നെയാണ്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ഒരു 3/4 സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ്. പിന്നെ 1 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/2 സ്പൂണ് ഇനി ഗരം മസാല അത് ഇതിലേക്ക് ഇടുക. മല്ലിപ്പൊടി ഇതിലേക്ക് ഉപയോഗിക്കരുത്. നല്ലോണം അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്യുക. 1 സ്പൂണ് കുരുമുളക് പൊടി ഇടുക. പിന്നെ നമ്മളെ കായത്തിൻ്റെ പൊടി ഉണ്ട്. കായത്തിൻ്റെ പൊടി LG കായം അതൊരു 1/2 സ്പൂൺ അതും ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ മണം ഇട്ടാറുണ്ടെങ്കിൽ ഈ ഇതിനൊക്കെ സൂപ്പറാണത്. ഇനി നമ്മൾ ആ ഗാർലിക്കിൻ്റെ തണ്ടിൻ്റെ ആ ഒരു ചെറുതാക്കി പീസ് മുറിച്ചിട്ടുള്ള അത് അതിലേക്ക് ഇട്ടിട്ട് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും ഒന്ന്. പിന്നെ നമ്മുടെ ക്യാബേജും ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള അതും ഇതിലേക്ക് ഇടുക. അതുമായിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചൂട് കെട്ടിയാൽ മതി ഇതൊക്കെ ഒന്ന്. ശേഷം നമ്മുടെ മല്ലിയില ഒരു 2 കൈപ്പിടുത്തുണ്ട്, അത് അതിലേക്ക് ഇടുക. എന്നിട്ട് അത് ലാസ്റ്റാണ് മല്ലിയില ഇടേണ്ടത്. ഇനി നമ്മളുടെ കിഴങ്ങ് വേവിച്ച് വരച്ചിട്ടുള്ളത് അതിലേക്ക് ഇടുക. ഉപ്പുണ്ടോ നോക്കണേ. ഇതിലേക്ക് ഇടുക. കിഴങ്ങ് വേവിക്കുന്നതിനകത്ത് ഉപ്പിട്ടാലും ഉപ്പിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉപ്പിടാണ്ട് വേവിച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് പിന്നെ ഒന്നുകൂടി നോക്കും ഉപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ശരിക്കും കിഴങ്ങ് ഉടഞ്ഞ് നിൽക്കണം, അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ബോളായിട്ട് നിൽക്കുക, വലിയ പ്രശ്നമാണ്. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ്. അത്യാവശ്യം നല്ലോണം മിക്സ് ചെയ്തെങ്കിലും ഇതായി വരുള്ളൂ, സെറ്റായി വരുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് അയക്കുന്നു. ഇനി ഞാനിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഞാൻ മൊത്തം ഉപയോഗിക്കുന്നില്ലെന്ന് ഒരു ഹാഫുള്ള ഉപയോഗിക്കുന്നത്. നല്ലോണം ഇട്ട് എന്നിട്ട് ബാക്കി ഹാഫ് നമുക്ക് നല്ലോണം ടൈറ്റായൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. കംപ്ലീറ്റ് ഒരു വലിയൊരു പ്ലേറ്റ് ഉണ്ട്. ഇനി ഇതിനെ കവർ ചെയ്യാനുള്ള ആ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ 1 കപ്പ് കടലപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് പിന്നെ മൈദപ്പൊടിയാണ് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്.
1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടുണ്ട്, അതൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി മസാലപ്പൊടികൾ ഇടണം. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇടുക, പിന്നെ ഇതൊരു ബേക്കിംഗ് സോഡ ഒരു തുള്ളി ഇടുക, പിന്നെ ഈ കായത്തിൻ്റെ പൊടി ഒരു 1/2 സ്പൂൺ ഇടുക, കുരുമുളക് പൊടി ഒരു 1/2 സ്പൂൺ ഇടുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. മിക്സിങ് ഒന്നുകൂടി ശരിയാണെങ്കിൽ എന്താ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അരിപ്പയിലാക്കിയിട്ട് ഒന്നിങ്ങനെ കംപ്ലീറ്റ് ആക്കിയല്ലോ, അപ്പോൾ എല്ലാ ഭാഗത്തും അങ്ങോട്ട് കറക്റ്റ് ആയിക്കോളും. ഇതേപോലെ ഞാനൊരു അരിപ്പിട്ടിട്ട് ആദ്യം തന്നെ അരിപ്പയിലിട്ടിട്ട് അങ്ങനെ ആക്കിയാലും മതി. പക്ഷേ എനിക്കിഷ്ടം കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അരിപ്പയിലാക്കുമ്പോഴാണ് അതാണ്. അപ്പോൾ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് അയക്കുക. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് അതിൽ ഇങ്ങനെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ, അത് കുരുമുളകിൻ്റെ ഒരു പൊടി ബാക്കിയാണ്, അത് തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ച് അതേ ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് ലൂസാക്കണം. കാരണം ഇത് മുക്കി അധികം ലൂസാവരുത്, അധികം ടൈറ്റ് ആവാത്ത മോഡലായിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഓരോരുത്തരുടെ പൊടിക്കനുസരിച്ചും അളവിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. ഇതൊരു 250 മില്ലിൻ്റെ കടലപ്പൊടീൻ്റെ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം അങ്ങോട്ട് ശരിക്കും മിക്സ് ചെയ്യുക. ആദ്യം ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ മിക്സിയിലിട്ടിട്ട് അടിക്കാനാവുന്നില്ല. ഇതിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ റൗണ്ട് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഇങ്ങനെ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് ആക്കിയാൽ മതി. അപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് റെഡി ആയിരിക്കും. ഇതുപോലെ അങ്ങോട്ട് ആക്കുക. ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യണം. അതിൽ കട്ടായിട്ട് കിടക്കരുത് അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പുണ്ടോയെന്ന് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യണം. ഈ ഒരളവിൽ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഇനി അടച്ചാട് വെക്കുക. ഇതൊന്ന് പെട്ടെന്നാക്കരുത്, കുറച്ച് നേരം അടച്ചു വെക്കണം, അപ്പോൾ സെറ്റാകുക. ഞാനിതൊന്ന് നേരത്തെ ചൂടാറിയിട്ടൊന്ന് തണുപ്പാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ തണുപ്പാകുന്ന സമയത്ത് ഒന്ന് ശരിക്കും ഒന്നുകൂടി സെറ്റാവും. ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ബൗളാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ടൂത്ത് പിക്ക് അപ്പം വേണമെങ്കിൽ ഊരാം, ഇനി അതല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഊരാണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇനി ലാസ്റ്റ് ടൂത്ത് പിക്ക് അതിൽ വെച്ചിട്ട് കുറച്ച് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാൻ പൊരിക്കുന്നുണ്ട്, കുറച്ച് ടൂത്ത് പിക്ക് വെക്കാണ്ട് പൊരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ടൂത്ത് പിക്കൊക്കെ ആകുമ്പോൾ ഒരു രസമാണ് കാണാൻ. അപ്പോൾ ആദ്യം ഇതേപോലെ നല്ലോണം അങ്ങനെ ഉരുളാക്കുക. ഇത് ഉരുളാകുമ്പോൾ സെറ്റാകാനൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചാൽ മതി. അപ്പോൾ ശരിക്കും അങ്ങോട്ട് സെറ്റായി വരും. അതിൻ്റെ സെൻറ്ററിൽ നമ്മളെ ഈ സോയാ ചങ്കിൻ്റെ സാധനം ഇടുക. ഇതുപോലെ അങ്ങനെ ആക്കിയിട്ട് അതിനുള്ളിലേക്ക് വെക്കുക. ഞാനിത് മുക്കുന്നുണ്ടോളി, ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് നമ്മൾ ടൂത്ത് പിക്ക് അതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് നല്ല ഹൈ ചൂട്, ഇത് ഞാൻ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുഴി ഉണ്ടാവും, കാരണം ഇത് മുങ്ങി നിൽക്കാൻ സൗകര്യം, കുറഞ്ഞ ക്വാണ്ടിറ്റി എണ്ണയും മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കുക, ഓരോന്നോരോന്ന് വെക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു സെറ്റ് ടൂത്ത് പിക്ക് വെച്ചിട്ട് കുറച്ച് പൊരിക്കുകയാണ്. പിന്നെ ടൂത്ത് പിക്ക് ഇല്ലാണ്ട് ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. ഇത് എണ്ണ ജസ്റ്റ് ഇതുകൊണ്ട് നമ്മുടെ ചട്ടാൻ കൊണ്ടൊന്ന് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കുക. ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്, കുറച്ച് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും ഈ സോയാ ചങ്ക്. ചിലർക്ക് സോയാ ചങ്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, പക്ഷേ ശരീരത്തിന് നല്ലതാണ്. കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സാധനമാണത്. അപ്പോൾ അതുപോലെ ഇടുക. ഇനിയിത് ഞാൻ ജസ്റ്റ് ടൂത്ത് പിക്ക് ഇല്ലാണ്ട് കൈ കൊണ്ട് തന്നെ അങ്ങനെ ഉരുളാക്കിയിട്ട് ജസ്റ്റ് നമ്മൾ സാധാരണ മസാല ബോണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പാണ് ചെയ്യുന്നത്. കുറച്ചിങ്ങനെ മസാലയൊക്കെ പുറത്ത് പോകും, പക്ഷേ അതങ്ങോട്ട് പിന്നെ മുക്കിയെടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്, പെട്ടെന്നുണ്ടാവും. വേണേൽ കെച്ചപ്പ് കൂട്ടി കഴിക്കുക, കെച്ചപ്പ് ഇല്ലാണ്ട് കഴിക്കുക, വെറുതെ കഴിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പരീക്ഷിക്കുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.